ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്ഷന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പലർക്കും ടെൻഷനുള്ള ഒരിടമാണ് ഓപ്പറേഷൻ തിയേറ്റർ, അല്ലേ? എന്നാൽ ആ ഒരിടം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്ന വളരെ സ്പെഷ്യലായൊരു സ്ഥലമായി എങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പ്രശാന്തിജിയുടെ ഈ വാക്കുകൾ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും. ഓപ്പറേഷൻ തിയേറ്റർ വെറുമൊരു സർജറി റൂമല്ല, അത് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ക്ലാസ് റൂമാണ്. സ്നേഹബന്ധത്തിന്റെയും ആരോഗ്യത്തിന്റെയും ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന ഇടം. ഈയൊരു കാഴ്ചപ്പാടോടെ തുടങ്ങാം, അല്ലേ? കാരണം ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ എന്നതിലുപരി ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പോ ശരി, കുഞ്ഞ് ജനിച്ച ആ നിമിഷം, ആ ഫസ്റ്റ് മൊമെന്റ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാം തുടങ്ങുന്നത് ഈ ഗോൾഡൻ മിനിറ്റ് എന്ന് പറയുന്ന സമയത്താണ്. എന്താണ് ഈ ഗോൾഡൻ മിനിറ്റ്? വെറും 60 സെക്കൻഡ്. അതാണ് ഗോൾഡൻ മിനിറ്റ്. ഈ ഒരു മിനിറ്റിനുള്ളിൽ കുഞ്ഞുങ്ങളുടെ ഡോക്ടർക്ക് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുഞ്ഞ് ഈ പുതിയ ലോകവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ലക്ഷ്യം. അപ്പോൾ എന്തൊക്കെയാണെന്നല്ലേ? ആദ്യത്തേത്, കുഞ്ഞിന്റെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ നല്ല ചൂടുള്ള ടവൽ ഉപയോഗിച്ച് വേഗം തുടയ്ക്കും. രണ്ടാമതായി, അപ്സ്കാർ സ്കോർ നോക്കും. ഇത് കുഞ്ഞിന്റെ ഒരു ക്വിക്ക് ഹെൽത്ത് ചെക്കാണ്. ശ്വാസം, ഹൃദയമിടിപ്പ്, കളറ്, ഇങ്ങനെ 5 കാര്യങ്ങൾ നോക്കി ഒരു സ്കോർ കൊടുക്കും. ആ സ്കോർ കാണുമ്പോഴേ അറിയാം കുഞ്ഞ് ഓക്കെയാണോ അല്ലയോ എന്ന്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ ആദ്യത്തെ ചെക്കപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും മാജിക്കലാണ്. അമ്മയുടെ ശരീരം കുഞ്ഞിനൊരു നാച്ചുറൽ വോമറായി മാറുന്ന നിമിഷം. ആ ആദ്യത്തെ ആലിംഗനത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നതെന്ന് നോക്കാം. ഇതിനെയാണ് നമ്മൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ STS എന്ന് പറയുന്നത്. അതായത് ജനിച്ചുടനെ കുഞ്ഞിനെ ഒരു ഡയപ്പറും ചെറിയ തൊപ്പിയുമൊക്കെ ഇട്ട് നേരെ അമ്മയുടെ നെഞ്ചിലേക്ക് വെച്ചു കൊടുക്കും. ഇത് സെക്ഷൻ നടക്കുമ്പോൾ ആ ഓപ്പറേഷൻ ടേബിൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതൊരു പുതിയ ഫാഷനല്ല, ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. അമ്മയുടെ നെഞ്ചിലെ ആ ചൂടിനേക്കാൾ സുരക്ഷിതമായ ഒരു അനുഭവം ആ കുഞ്ഞിന് വേറെ കിട്ടാനില്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ശരീരം ആ നിമിഷം കുഞ്ഞിനുള്ള ഏറ്റവും മികച്ച ഒരു നാച്ചുറൽ ഇൻക്യുബേറ്ററായി മാറുകയാണ്. കുഞ്ഞിന്റെ ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്, ശ്വാസം, ബ്ലഡ് ഷുഗർ ലെവൽ, ഇതെല്ലാം സ്റ്റേബിളാക്കാൻ അമ്മയുടെ ഒരു സ്പർശനം മാത്രം മതി. ടെക്നോളജിയല്ല, അമ്മയുടെ ശരീരം തന്നെയാണ് അവിടെ ഏറ്റവും വലിയ അത്ഭുതം. ഈ കാണുന്നതാണ് ഐഡിയൽ ടെമ്പറേച്ചർ റേഞ്ച്. 36.5-നും 37.5 ഡിഗ്രി സെൽഷ്യസിനുമിടയിൽ. കുഞ്ഞിനെ ഈ ടെമ്പറേച്ചറിൽ നിർത്തുകയെന്നത് വളരെ പ്രധാനമാണ്. അമ്മയുടെ ചർമ്മം ഒരു പെർഫെക്റ്റ് വാമർ പോലെ പ്രവർത്തിച്ച് ഇത് കൃത്യമായി ചെയ്യും. ഇതുകൊണ്ട് എന്തു ഗുണമാണെന്നറിയോ? നിയോനാട്ടൽ ഹൈപ്പോതെർമിയ എന്ന അപകടകരമായ അവസ്ഥ ഒഴിവാക്കാം. അതായത് കുഞ്ഞിന്റെ ശരീരം പെട്ടെന്ന് തണുത്തുപോയുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അമ്മയുടെ ചൂട് അതിനൊരു കവചം പോലെയാണ്. അടുത്തത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ മാജിക്കിനെക്കുറിച്ചാണ്. അതായത് കുഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ കാര്യങ്ങൾ അമ്മയുടെ റിക്കവറിയെ, അതും സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നുന്നുണ്ടല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. കുഞ്ഞിന്റെ ആദ്യത്തെ ഫീഡിങ്ങിന്, അതായത് മുലയൂട്ടലിന്, അമ്മയുടെ സർജറി പൂർത്തിയാക്കാൻ എങ്ങനെ സഹായിക്കാനാവും? അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സത്യമാണ്. ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നത് അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് നടക്കുന്നത്. നോക്കിക്കോളൂ. ഒന്നാമത്, കുഞ്ഞ് പാൽ കുടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ അമ്മയുടെ ബ്രെയിൻ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ നേരെ ഗർഭപാത്രത്തിൽ പ്രവർത്തിച്ച് അതിനെ നന്നായി ചുരുക്കും. ഈ ചുരുങ്ങലാണ് പ്രസവശേഷം ഉണ്ടാകാവുന്ന അമിത രക്തസ്രാവം, അതായത് PPH, തടയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിന്റെ ആദ്യത്തെ ഭക്ഷണം അമ്മയുടെ ജീവൻ തന്നെ സംരക്ഷിക്കുകയാണ്. ഓക്കെ, ഇനി കുഞ്ഞിന്റെ ആദ്യത്തെ ഭക്ഷണത്തെപ്പറ്റി സംസാരിക്കാം. ലിക്വിഡ് ഗോൾഡ് അഥവാ ദ്രവരൂപത്തിലുള്ള സ്വർണം എന്നാണ് അതിനെ വിളിക്കുന്നത്. വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല. എന്തുകൊണ്ടാണ് അതിനത്രയും വിലയെന്നും അത് കൃത്യമായി നൽകേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണെന്നും നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ പലരും പാരമ്പര്യമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. തേൻ കൊടുക്കുക, പഞ്ചസാര വെള്ളം കൊടുക്കുക, വയമ്പ് കൊടുക്കുക. ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാൻ ഇതൊക്കെ മതി. കുഞ്ഞിനെ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരേ ഒരു പെർഫെക്റ്റ് ഫസ്റ്റ് ഫുഡുണ്ട്. അതാണ് കൊളസ്ട്രം, അതായത് ആദ്യത്തെ മുലപ്പാൽ. അതുകൊണ്ടാണ് ഇതിനെ ലിക്വിഡ് ഗോൾഡ് എന്ന് പറയുന്നത്. ആ കട്ടിയുള്ള മഞ്ഞപ്പാൽ അളവിൽ ചിലപ്പോൾ വളരെ കുറച്ചേ കാണൂ. പക്ഷേ അതു നിറയെ ആന്റിബോഡികളാണ്. കുഞ്ഞിന്റെ കുടലിനെ അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പടച്ചട്ട പോലെ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന്റെ ആദ്യത്തെ നാച്ചുറൽ വാക്സിനേഷനാണ് ഈ കൊളസ്ട്രം. അപ്പോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ആദ്യത്തെ ബോണ്ടിംഗ് കഴിഞ്ഞു. ഇനി ഈ പുതിയ യാത്രയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാക്കി കുടുംബാംഗങ്ങൾ
എങ്ങനെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്ന് നോക്കാം. ആദ്യത്തെ ആ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ കഴിഞ്ഞാൽ നഴ്സ് കുഞ്ഞിനെ പുറത്ത് കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒന്ന് കാണിക്കും. ആ ഒരു നിമിഷം അത് വിലമതിക്കാനാവാത്തതാണ്, അല്ലേ? അതിനുശേഷം റൂമിംഗ് ഇൻ എന്ന സ്റ്റേജാണ്. അതായത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് ഒരേ റൂമിലേക്ക് മാറും. 24 മണിക്കൂറും ഒരുമിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെപ്പോഴാണ് വിശക്കുന്നത് എന്നൊക്കെ അമ്മയ്ക്ക് പതിയെ പഠിച്ചെടുക്കാൻ പറ്റും. ആ ബന്ധം അവിടെ കൂടുതൽ ശക്തമാവുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയെല്ലാം കാര്യങ്ങൾ നടക്കണമെന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ചിലർക്ക് കുറച്ചുകൂടി കെയർ ആവശ്യമായി വന്നേക്കാം. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യും? ഉദാഹരണത്തിന്, കുഞ്ഞിന് ശ്വാസമെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ നിയോനാറ്റൽ ICUവിലേക്ക്, അതായത് NICUവിലേക്ക് മാറ്റും. ഇത് കാണുമ്പോൾ ആരും പേടിക്കരുത്. ഇത് നമ്മുടെ പ്ലാനിലെ ഒരു പരാജയമല്ല. നേരെമറിച്ച് കുഞ്ഞിന് ഏറ്റവും നല്ല കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ളൊരു സുരക്ഷാ നടപടി മാത്രമാണ്. കുഞ്ഞിനെ കൂടുതൽ സ്ട്രോങ് ആക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണിത്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഈ ആദ്യത്തെ 1 മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കുറയും, ആത്മവിശ്വാസം കൂടും. അറിവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. ഇത് വെറുമൊരു സർജറിയല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു യാത്രയുടെ തുടക്കമാണ്. ആ യാത്രയ്ക്ക് അറിവോടെ, ആത്മവിശ്വാസത്തോടെ തയ്യാറാകൂ.